ജമ്മു കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണസംഖ്യ ഉയരുന്നു. 20-ലേറെ പേർ കൊല്ലപ്പെട്ടുവെന്ന് അനൗദ്യോഗിക വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തി. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് വെടിവെച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ഒപ്പം ചേരുന്നു. ഗൗതം, ഈ പുതിയ മണിക്കൂറിൽ ജിഷ്ണു കൃഷ്ണനാണ് ഒപ്പം ചേരുന്നത്. ജിഷ്ണു, ഈ പുതിയ മണിക്കൂറിൽ സംഭവിച്ചതെന്ത് എന്ന് ഒരു റീവൈൻഡ്. കൃഷ്ണാജ്, പഹൽഗാമിൽ ബൈസാറിലാണ് ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾക്കും സാധാരണക്കാർക്കും നേരെ ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ, ഈ ഭീകരാക്രമണം നടന്നതിന് ശേഷം ആ സംഭവ സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ആ ഭീകരാക്രമണത്തിന് സാക്ഷ്യം വഹിച്ചവരുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ, ജീവൻ നഷ്ടപ്പെട്ടവരുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ പ്രതികരണങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ഭീകരവാദികൾ ആ മേഖലയിൽ പഹൽഗാമിൽ ബൈസാറിൽ എത്തിയിട്ടുള്ള വിനോദസഞ്ചാരികളുടെ പേരും മതവും ചോദിച്ചതിന് ശേഷമാണ് അവർക്ക് നേരെ വെടിയുതിർത്തത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രാദേശിക മാധ്യമങ്ങളും ഒപ്പം ചില പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് 25-ലധികം പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം നിരവധി പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്ര പേർ മരണപ്പെട്ടിട്ടുണ്ട്, എത്ര മരണം സംഭവിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നോ ജമ്മു കാശ്മീർ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഭീകരാക്രമണത്തെ നോക്കിക്കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോടകം തന്നെ ശ്രീനഗറിലെത്തിയിട്ടുണ്ട്. അവിടെ ഉന്നതതല യോഗം പുരോഗമിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, ജമ്മു കാശ്മീർ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ, ഉന്നത IB ഉദ്യോഗസ്ഥർ, കൂടാതെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ തുടങ്ങിയവർ ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സംബന്ധിച്ച്, കാരണം നിലവിൽ ഈ ഭീകരാക്രമണത്തിനോട് ചേർന്ന മറ്റ് ഭീകര പദ്ധതികൾ ഭീകര സംഘടനകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ലഷ്കർ ഇ തോയ്ബയുടെ കശ്മീർ പതിപ്പാണ് നിലവിൽ ഈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മറ്റു മേഖലകളിൽ ഭീകരവാദ ആക്രമണം അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾ നടക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒപ്പം നിലവിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിന് കൃത്യമായ തിരിച്ചടി മറുപടി നൽകും എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അടക്കം പ്രതികരണങ്ങളിൽ നിന്ന്, അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം അടുത്ത കാലത്ത് ജമ്മു കാശ്മീരിൽ സാധാരണക്കാർക്ക് നേരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. മുൻപ് ജമ്മു കാശ്മീരിൻ്റെ മണ്ണിൽ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ പതിവായിരുന്നു. അതൊരു പുതിയ വാർത്തകളല്ലാതിരുന്നൊരു കാലം ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നു. അത്രയധികം വെടിവെച്ചുകൾ ഉയർന്നു കേൾക്കുകയും ഭീകരവാദികൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സാധാരണക്കാരുടെയും ജീവനെടുത്ത സംഭവങ്ങൾ മുൻപ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നു. എന്നാൽ 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം സ്വീകരിച്ചിട്ടുള്ള അതിശക്തമായിട്ടുള്ള സൈനിക നടപടികളൊപ്പം വികസന പദ്ധതികൾ എത്തിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിന്റെ മുഖം തന്നെ ആകെ മാറ്റിമറിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ സാധാരണക്കാർക്ക് ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങളിൽ 85% കുറവുണ്ടായി. അത്രയധികം ഭീകരാക്രമണം കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ. അത്തരം പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് ഭീകര ശക്തികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രകോപനം പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ശക്തമായിട്ടുള്ള മറുപടി, കൃത്യമായിട്ടുള്ള തിരിച്ചടിയും രാജ്യത്തിൻ്റെ സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, രാജ്യത്തിൻ്റെ സുരക്ഷാ സേനയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ പഹൽഗാമിൽ പുരോഗമിക്കുന്നുണ്ട്. സൈന്യവും ജമ്മു കാശ്മീർ പോലീസും CRPFും സംയുക്തമായുള്ള പരിശോധന ഈ ഭീകരർക്ക് വേണ്ടി പഹൽഗാമിൽ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം നേരത്തെ ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജമ്മു കാശ്മീരിലെ മറ്റു മേഖലകൾ, നിയന്ത്രണ രേഖ, പൊതു ഇടങ്ങൾ, പ്രധാനപ്പെട്ട റോഡുകൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ പ്രത്യേക സുരക്ഷയും നിരീക്ഷണവും പരിശോധനയും തുടരുകയാണ്. ഒന്നുകൂടി ഈ പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണം പരിശോധിക്കുമ്പോൾ പഹൽഗാമിൽ എത്തിയിട്ടുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത്. അതിൽ മനസ്സിലാക്കുന്നത് തീരെ പതിവില്ലാത്ത ഒരു കാര്യമാണല്ലോ. നുഴഞ്ഞുകയറ്റമൊക്കെ മുൻപ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ജിഷ്ണു തന്നെ പറഞ്ഞതുപോലെ 85% കുറവ് വന്നിട്ടുണ്ട്. ഈ പ്രത്യേക പദവി എന്നത് മാറ്റപ്പെട്ടപ്പോൾ ഉണ്ടായ സാഹചര്യം, സമാധാന അന്തരീക്ഷം, അതൊക്കെ ഒറ്റയടിക്ക് തകർക്കാമെന്ന
വ്യാമോഹമാണോ? ഈ എപ്പോഴും സുരക്ഷിതരായി പോയി വരുമായിരുന്ന ഈ വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടാകാൻ കാരണം? കൃഷ്ണരാജ്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ IB കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് കശ്മീർ താഴ്വരയിൽ മുൻകാലങ്ങളിലെ പോലെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ടിംഗ് നടക്കാത്തതിനാൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിന് സാധാരണക്കാർക്ക് നേരെ ഭീകരാക്രമണം നടത്തണമെന്നും അവർക്കിടയിൽ മതപരമായിട്ടുള്ള വേർതിരിവുണ്ടാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളായിട്ടുള്ള ലഷ്കർ-ഇ-തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ IB നേരത്തെ പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിർത്തി മേഖലകളിൽ കർശന നിരീക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു. അത്തരം ആസൂത്രണത്തിന്റെ ഭാഗമായാണ് ഈ ഒരു ഭീകരാക്രമണം നടന്നത് എന്ന നിഗമനത്തിലാണ് നിലവിൽ രാജ്യത്തെ സുരക്ഷാ സേനയുള്ളത്. കാരണം വളരെ കൃത്യമായി പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിൽ ആളുകളുടെ മതം ചോദിച്ചുകൊണ്ട് ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നെഞ്ചിലേക്കും തലയിലേക്കും ഈ ഭീകരവാദികൾ നിറയൊഴിച്ചിട്ടുള്ളത്. അതിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്നും കർണാടകയിൽ നിന്നും ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളുണ്ട്. ഒപ്പം വിദേശികളായിട്ടുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെയും ഭീകരർ വെടിയുതിർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആശുപത്രി അധികൃതരിൽ നിന്ന് ഒപ്പം സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്നും ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നമുക്ക് ആ വിഷയത്തിൽ ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം മരണസംഖ്യ സംബന്ധിച്ച് സൈനിക വൃത്തങ്ങൾ ഔദ്യോഗികമായി 2ൽ കൂടുതൽ മരണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ചില ജമ്മു കാശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ 25 പേരിൽ അല്ലെങ്കിൽ 25-ലധികം മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മരണസംഖ്യ സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരാനുണ്ട്. ഒപ്പം പഹൽഗാമിൽ നിലവിൽ പുരോഗമിക്കുന്ന സൈനിക ഓപ്പറേഷൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായാണ് മേഖലയിൽ ഭീകരർക്ക് വേണ്ടിയുള്ള പരിശോധന നടത്തുന്നത്. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോടകം തന്നെ ശ്രീനഗറിലെത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നതിന് ശേഷമാണ് അദ്ദേഹം ശ്രീനഗറിലെത്തിയിട്ടുള്ളത്. അവിടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തി ഏത് തരത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് ആലോചിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിൽ വിദേശ സന്ദർശനത്തിലാണ്. ജിദ്ദയിലുള്ള അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനുമുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിലവിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിന്റെ തുടർ നടപടികൾ അതിന് ശക്തമായി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ, നേരത്തെ ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലകളിൽ അതിശക്തമായ സേനാവിന്യാസം, അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം തടയുന്നതിന് പൊതുയിടങ്ങളിലും ജമ്മു ശ്രീനഗർ ദേശീയപാത ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട റോഡുകൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള സുരക്ഷാ പരിശോധന നടത്തിവരികയാണ്. അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. മുൻപ് ഇത്തരത്തിലുള്ള ഭീകരാക്രമണം സുരക്ഷാ സേനയുടെയും ജനങ്ങളുടെയും ജീവനെടുത്തുകൊണ്ടുള്ള ഭീകരാക്രമണവും പ്രകോപനവും ഭീകര സൃഷ്ടിച്ചപ്പോൾ എന്ത് തരത്തിലുള്ള മറുപടി നിലവിൽ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം അവർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മുൻപിലുള്ള വസ്തുതയാണ്. അത് സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിലും അത്തരത്തിൽ ഏത് തരത്തിലാണോ ഭീകരവാദികൾ രാജ്യത്തെ പ്രകോപിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും അനിഷ്ടമായ സംഭവം, അതീവ ദുഃഖകരമായ സംഭവം, രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവനെടുത്തുകൊണ്ടുള്ള ഒരു ഭീകരാക്രമണം നടന്നു. അതുകൊണ്ട് അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ജമ്മു കാശ്മീരിൽ തന്നെ, അല്ലെങ്കിൽ ഈ പാക് കേന്ദ്രീകൃത ഭീകരർക്ക് സൈന്യം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് സംബന്ധിച്ചുള്ള ഓപ്പറേഷൻ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ പ്രതികരണം, ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരത്തെ ഡൽഹിയിലും ഇപ്പോൾ ശ്രീനഗറിലും നടത്തുന്ന ഉന്നതതല യോഗത്തിലെയും നടപടിക്രമങ്ങൾ അത്തരത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മറ്റ് ഭീകരാക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിലവിൽ നടന്നിട്ടുള്ള ഈ ഭീകരാക്രമണം വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തതാണ് എന്ന് വ്യക്തമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാർക്ക് നേരെ ഭീകരാക്രമണം നടത്തി മതത്തിൻ്റെ പേരിലും അല്ലാതെയും ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുക എന്ന വളരെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭീകരാക്രമണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് മറ്റു മേഖലകളിൽ ഭീകരാക്രമണം നടത്താതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം ഈ വിഷയത്തിൽ തുടർ ഓപ്പറേഷനുകളും ഒപ്പം പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന നടപടികളുമെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. മരണസംഖ്യ സംബന്ധിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നമുക്ക് ലഭിക്കാനുണ്ട്. കൃഷ്ണരാജ്. ശരി, ജമ്മു കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 20-ലേറെ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് അനൗദ്യോഗിക വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെയായിരുന്നു ആക്രമണമുണ്ടായത്. ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് വെടിവെച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഗൗതം അനന്തനാരായണൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ഗൗതം, ഇത് തീരെ പ്രതീക്ഷിച്ചതല്ല.
ഇങ്ങനെ ഒരു ഭീകരാക്രമണം? അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിനോദസഞ്ചാരികൾ കശ്മീരിൽ യഥേഷ്ടം പോയി വരുന്നുണ്ട്. അവരെ ആരും മുന്നം വയ്ക്കുന്നത് നമ്മൾ അധികം കണ്ടിട്ടില്ല. സ്വസ്ഥമായൊരു അന്തരീക്ഷം, സമാധാനമായൊരു കശ്മീർ, അതിനുമേൽ കൃത്യമായൊരു അജണ്ടയോടെ പ്ലാനിങ്ങോടെ വന്ന് ഭീകരർ ആക്രമണം നടത്തുകയായിരുന്നു. അതിലെടുത്തു പറയേണ്ടത് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച രീതിയാണ്. അതുപോലും ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതായത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു ആസൂത്രിത ഭീകരാക്രമണം അല്ലേ? കൃഷ്ണരാജ്, ഇതിപ്പോൾ ആസൂത്രിതമായി നടന്നിട്ടുള്ളൊരു വലിയ ആക്രമണമാണ്. ജമ്മു കാശ്മീരിൽ അടുത്ത കാലത്ത് പൊതുവെ ശാന്തമായ ഒരു സാമൂഹികമായ അന്തരീക്ഷം അവിടെ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ ഭരണകൂടവും ഒക്കെ ചേർന്ന് കെട്ടിപ്പൊക്കുകയായിരുന്നു. എന്നാൽ അതിനുമേൽ ഒരു കരിനിഴൽ വീഴ്ത്തുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഈ ഭീകര സംഘടന ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന സംഘടന, RTF എന്ന സംഘടന നടത്തിയിരിക്കുന്നത്. 2019 മുതൽ ഈ സംഘടന ജമ്മു കാശ്മീരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ ഭീകരാക്രമണങ്ങൾ ഇവർക്ക് നടത്തുവാൻ കശ്മീരിലെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. നമുക്കറിയാം 2019 ഓഗസ്റ്റ് മാസം 5-ന് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു. അതിനുശേഷം പിന്നീട് രാഷ്ട്രപതി ഭരണം പോലെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു ഭരണത്തിലായിരുന്നു ജമ്മു കാശ്മീർ ഉണ്ടായിരുന്നത്. സുരക്ഷാ സേനയ്ക്ക് പൂർണ്ണമായ അധികാരം നൽകുന്ന ഭരണ കാലഘട്ടമായിരുന്നു. അന്നൊന്നും ഭീകര ശക്തികൾക്ക് ജമ്മു കാശ്മീരിൽ തലപൊക്കാൻ കഴിയാത്ത പശ്ചാത്തലം അവിടെ ഉണ്ടായി. അതേ തുടർന്നാണ് കൂടുതൽ വിനോദസഞ്ചാരികൾ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കശ്മീരിലേക്ക് എത്തിത്തുടങ്ങിയത്. വിശേഷിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും, അതായത് ദക്ഷിണ ഭാരതത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് നിന്ന് ഭാരതത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള സംസ്ഥാനത്തേക്ക് ആളുകൾ, ടൂറിസ്റ്റുകൾ ഇതേഷ്ടം എത്തുകയും അവിടെ സ്വൈരവിഹാരം നടത്തി ജമ്മു കാശ്മീരിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മടങ്ങുന്നൊരു സാഹചര്യമൊക്കെ അവിടെ രൂപപ്പെട്ടതാണ്. എന്നാൽ അത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥമായത്, അത്തരം കാഴ്ചകൾ കണ്ട് ഏറ്റവും കൂടുതൽ അസ്വസ്ഥമായത് അവിടുത്തെ ഇസ്ലാമിക ഭീകരശക്തികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വർഷങ്ങളായി അവർ അവിടെ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുകയും തീവ്ര ഇസ്ലാമിക മതമൗലികവാദത്തിന് ഒരു വേരുള്ള മണ്ണായി ജമ്മു കാശ്മീരിനെ മാറ്റിയെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്നാൽ അത് പൂർണ്ണമായി ഭാരതത്തിൻ്റെ സുരക്ഷാ സേന തകർക്കുകയും ജമ്മു കാശ്മീരിനെ ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങൾ എന്ന നിലയിലേക്ക് അതിനെയും അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തെ മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെയാണിപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 27 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി തന്നെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും എല്ലാം ഹിന്ദു മതവിശ്വാസികളോ അതല്ലെങ്കിൽ മുസ്ലിം ഇതര മതവിഭാഗങ്ങളോ ആണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. കാരണം ഇവർ മുസ്ലിങ്ങളാണോ എന്ന് തിരഞ്ഞു പിടിച്ചതിന് ശേഷം, ഇവരുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഊരി മാറ്റി നോക്കിയതിന് ശേഷം ഇവർ മുസ്ലിമാണോ അല്ലയോ എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ഭീകരവാദികൾ ഈ നിഷ്കളങ്കരായ ആളുകളെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. മുമ്പ് നമ്മൾ ഈ അമർനാഥ് തീർത്ഥാടനത്തിനൊക്കെ നേരെ 2000-2001 കാലയളവിലൊക്കെ ഇത്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അമർനാഥിലേക്ക് തീർത്ഥാടനത്തിനായി എത്തുന്ന നിരവധി തീർത്ഥാടകരെ മുസ്ലിം തീവ്രവാദികൾ ഇതേ ശൈലിയിൽ കൊലപ്പെടുത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 5-6 വർഷമായി ജമ്മു കാശ്മീരിലെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. കാരണം ഈ ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതിന് ശേഷം സൈന്യത്തിന് കൂടുതൽ സ്വാധീനമുണ്ടാവുകയും മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ഒരു നിയന്ത്രണം ജമ്മു കാശ്മീരിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. എന്നാൽ അടുത്തിടെ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അതിനുശേഷം ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ നാഷണൽ കോൺഫറൻസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അധികാരത്തിലുള്ളത്. അതിനുശേഷം മെല്ലെ മെല്ലെ വീണ്ടും ഈ ഭീകരവാദ കേസുകൾ ഈ ജമ്മു കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു അത്. എങ്കിലും കേന്ദ്രം അതിനെല്ലാം വളരെ ഗൗരവമായാണ് കണ്ടത്. എന്നാൽ ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു വിഷയമല്ല. എന്തായാലും ഇതിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ ഭീകരശക്തികളെ വെറുതെ വിടത്തില്ല എന്ന ശക്തമായ താക്കീത് ഇതിനകം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ ഒരു സുപ്രധാനമായ യോഗം അദ്ദേഹം ചേരുകയാണ്. ഈ യോഗശേഷം തന്നെ ഒരുപക്ഷെ പ്രത്യേക ഓപ്പറേഷൻ, ഈ ഭീകരവാദികളെ വകവരുത്താനുള്ള ഓപ്പറേഷൻ തുടങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 7 അംഗ ഭീകരവാദികളാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് ഇതിന് ഇരകളായവർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം ഈ കൊല്ലപ്പെട്ടവരുടെ
ബന്ധുക്കളെല്ലാം ഈ ആക്രമണം നേരിട്ട് കാണുകയും പലരും ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. അത്തരം ആളുകളുമായെല്ലാം സംസാരിക്കുന്ന ഘട്ടത്തിൽ അവരിപ്പോൾ വ്യക്തമാക്കുന്നത് ഏതാണ്ട് 7ഓളം പേർ തോക്കുകളുമായി എത്തി ആദ്യം ഇവരോട് മതം ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ മുസ്ലിമാണോ അതോ മറ്റു മതവിഭാഗമാണോ, ഹിന്ദുക്കളാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ചിലരെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ അടിവസ്ത്രം ഉൾപ്പെടെ ഊരി ഈ ഭീകരവാദികൾ പരിശോധിച്ചത്. അതിനുശേഷം പിന്നീട് പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി ഈ നിഷ്കളങ്കരായ വിനോദസഞ്ചാരികളെ ഈ മുസ്ലിം തീവ്രവാദികൾ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും ഇതിന് ശക്തമായ തിരിച്ചടിക്ക് നമ്മുടെ രാഷ്ട്രം ഒരുങ്ങുകയാണ്. സൈന്യത്തിൻ്റെ പ്രത്യേക ഓപ്പറേഷൻ ഈ ഭീകരവാദികൾക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഉറിയിലും മറ്റും ഭാരതത്തിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഭീകരർ ആക്രമണം നടത്തിയ ഘട്ടത്തിലാണ് 2016 ഭാരതത്തിൻ്റെ സുരക്ഷാ സേന അതിർത്തി ഭേദിച്ചുകൊണ്ട് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കടന്നുകൊണ്ട് പാക് അധിനിവേശം ജമ്മു കാശ്മീരിലേക്ക് വരാം. ഇപ്പോൾ കേണൽ രാജീവ് മണാലി ഒപ്പം ചേരുന്നുണ്ട്. കേണൽ, ഈ വാർത്ത അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ. വളരെ വേദനിപ്പിക്കുന്നതാണ്, ആസൂത്രിതമാണ്. കൃത്യമായി വിനോദസഞ്ചാരികളെ ഉന്നം വയ്ക്കുന്നു എന്നതിനർത്ഥം സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് കശ്മീർ വീണ്ടും പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് അല്ലേ? അതെ, തീർച്ചയായും. ഇതിന് വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ US വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുണ്ട്. അവിടെ ഒരു നമ്മുടെ ഈ സമാധാനം പുലരുന്നില്ല എന്നും കാശ്മീർ തിരിച്ച് കാശ്മീരിൽ ഇപ്പോൾ സമാധാനാന്തരീക്ഷമല്ല ഉള്ളതെന്നും കൂടെ വരുത്താനുള്ളൊരു ശ്രമം കൂടി ഇതിന് പിന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിനോദസഞ്ചാരികള് ഇപ്പോൾ ഓൾമോസ്റ്റ് നോർമലായിട്ട് അവിടെ എല്ലാം നടക്കുമ്പോൾ വിനോദസഞ്ചാരികളെ ടാർഗറ്റ് ചെയ്യുകയും അവരിൽ തന്നെ മതം നോക്കി തീർച്ച വരുത്തി വധം നടപ്പാക്കുന്ന ഒരു സംഭവം കൂടെയാണ് അവിടെ നടന്നിട്ടുള്ളത്. തികച്ചും അപലപനീയമാണ്. ഇതിന് യാതൊരു മാപ്പും അർഹിക്കുന്നില്ല. അവരുടെ പുറകെ പോയി ആ ഉന്മൂലനാശനം വരുത്തേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കേണൽ, ഈ അങ്ങേക്ക് പരിചിതമായ ഇടമാണോ ഇവിടം? ഈ ഭൂമിശാസ്ത്രപരമായി ഈ പ്രദേശം എങ്ങനെയാണ്? ഭൂമിശാസ്ത്രപരമായി പഹൽഗാം എന്ന് പറയുന്നത് ഒരു വളരെ വളരെ സുന്ദരമായ ഒരു സ്ഥലവും അവിടെ വിനോദസഞ്ചാരികൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലവും അവിടെ വിന്റർ ഗെയിംസും അതുപോലെ തന്നെ സമ്മറിലും വിന്ററിലും ഒരുപോലെ വിനോദസഞ്ചാരികൾക്ക് ആകർഷകമായ ഒരു സ്ഥലമാണ് പഹൽഗാം. അവിടെ ഒരു വളരെ ആസൂത്രിതമാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. വിനോദസഞ്ചാരത്തെ ആ ഒരു കംപ്ലീറ്റ് ട്രെൻഡിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമവും അതുപോലെ കാശ്മീരിൽ പഴയതുപോലെ ഒരു സമാധാന അന്തരീക്ഷമൊന്നും നിലനിൽക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമവുമാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഈ മതസൗഹാർദ്ദം ഇല്ല എന്ന് കാണിക്കാൻ ഒരു ശ്രമവും കൂടെയാണ് ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇതിന്റെ അവസാനം ഇപ്പോൾ തന്നെ വരുത്തേണ്ടിയിരിക്കുന്നു. ഇന്ത്യ ഈ ഭീകരാക്രമണത്തെ ഏറെ ഗൗരവത്തോടെ കാണേണ്ടതല്ലേ? ആ രീതിയിൽ തന്നെയാണ് കേന്ദ്രമന്ത്രി അമിത്ഷായും നരേന്ദ്രമോദി സൗദിയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ഒക്കെ അങ്ങനെയാണ്. ആഭ്യന്തരമന്ത്രിയാകട്ടെ ശ്രീനഗറിൽ ഇപ്പോൾ തന്നെ എത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു ഓർഗനൈസേഷന്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അത് ഏത് ഓർഗനൈസേഷന്റെ മൂടുപടം ആണോ അവർ അണിഞ്ഞിരിക്കുന്നത്, അത് നമ്മുടെ അയൽ രാജ്യത്ത് നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണോ അതോ ഇവിടെ തന്നെ ഉള്ളതാണോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അതെവിടെയാണ് അതിന്റെ ഉത്ഭവസ്ഥാനം എന്ന് വെച്ചാൽ ആ ഉത്ഭവസ്ഥാനത്തിൽ തന്നെ ചെന്ന് പ്രത്യാക്രമണം നടത്തി അതിനൊരു അവസാനം വരുത്തണം, ഒരു അറുതി വരുത്തണം എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. നന്ദി കേണൽ രാജീവ് മണാലി. അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു കശ്മീരിലെ സാഹചര്യത്തെ, ഭീകരാക്രമണം ഉണ്ടാക്കി വയ്ക്കുന്ന ഗൗരവപരമായ സമീപനത്തെയൊക്കെ.